ബാഗിലേക്ക് വീഡിയോ ആണോ? ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത്. ശക്തമായി കൊണ്ട് ഞാൻ പ്രതിഷേധിക്കും. ആ മുനിപ്പാറ നമുക്ക് ടൈമില്ല പോകാൻ. നമുക്ക് അടുത്ത ട്രിപ്പിന് നമ്മൾ ഓടി നമ്മൾ വന്നു എന്ന് ഓർക്കുമ്പോൾ നമ്മളിതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഒരു 1.5 മണിക്കൂർ വേണം. അതുകൊണ്ട് പോയിട്ട് നമ്മൾ ഈ സമയത്ത് കൂടെ കയറി പറ്റില്ല. സൺസെറ്റും കാണാൻ നമുക്ക്. അന്നേരം സൺസെറ്റ് ഡയറക്ഷൻ മാറും. അവിടെ അല്ല ഇപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റി ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ കറക്റ്റ് നമുക്ക് എറണാകുളം കാണും. നമുക്ക് കല്ലാർപ്പാട സൈഡാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളുടെ അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ കപ്പൽ കിടക്കുന്നത് പിന്നെ കൊച്ചി ഒക്കെ മൊത്തം ഫുള്ള് കാണും. നമ്മൾ ഒത്തിരി ഒന്നും ഇല്ലാതെ എവിടെയാണ് കാണുന്നത് ഇവിടെ കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ സൂര്യൻ അവിടെ ഇതാണോ ഇവിടെയാണ് നല്ല രസമാണ്. കറക്റ്റ് കടലിൻ്റെ അപ്പുറം നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ആ താഴോട്ട് കട്ടിങ്ങല്ല കുഴിയ കാണണ. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. മണി എല്ലാവരും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. സംസാരിച്ചിട്ട് ഇടയിൽ ചുമ്മാ ഒരു കൈയടിച്ചാൽ മാത്രം. ശരി, സ്റ്റാർട്ട് ചെയ്യണം. ഇത് സംഭവം എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കണ ഒരു ഫോട്ടോ എടുത്താൽ ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാവരും എന്നിട്ടില്ലേ ചുമ്മാ വന്നിട്ടില്ലേ കഥ പറയുന്ന പോലെ കഥ പറയാ. എന്നിട്ട് ഇടയ്ക്ക് കൈ തല്ല. എന്നിട്ട് അത് മ്യൂസിക് കയറ്റിയാൽ നന്നായിരിക്കും. ഞാനൊരു അല്ലല്ല ഞാൻ ചേട്ടൻ ഞാൻ പറയുന്നത് ഒരു കാര്യം സിമ്പിളായിട്ട് നമ്മളിപ്പോ കഥ പറയുക. എന്നിട്ട് ഒരു കൈ ഇങ്ങനെ അടിക്കുന്ന പോലെ കാണിക്കുക. അതപ്പോ വന്നിട്ട് അതിൽ കാണുമ്പോല്ലേ പവർഫുൾ ആയിരിക്കും. നമ്മളിപ്പോ അതിന് കണ്ടമാനം വിറക് ചിലവായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. നമുക്ക് അതിൻ്റെ ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ വീട്ടിൽ അതിൻ്റെ പറയുന്നത് വാറ്റ് വരാമെന്ന് അതിന് പറയുന്നത്. അത് നമുക്ക് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 1 ഔൺസ് തൈലം കിട്ടും. ഒരു ചെമ്പ് പുറമേ നിന്ന് ആരെങ്കിലും വാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ. അന്നത്തെ കാലത്ത് 24 ഔൺസാണ് 1 കിലോ. 12 ഔൺസ് 1/2 കിലോ തൈല. 1 കിലോ തൈലത്തിന് അന്ന് 550-600 രൂപ വിലയുണ്ട്. ഒരു 97-96 കാലഘട്ടത്തൊക്കെ.
ഇപ്പൊ എങ്ങനെ 4500-5000 വിലയുണ്ട് കേട്ടോ. ഇപ്പൊ ആരും ഇതിനെ കുറിച്ച് ചെയ്യണില്ല. ഈ ചുമ്മാ ഇങ്ങനെയുള്ള സാധനം നമ്മൾ പറിച്ച് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു അല്ല കുക്കറിൽ വെച്ചാൽ ഇതിൻ്റെ ഒരു വേറൊരു കേസ് ഉണ്ടാവില്ല. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ സാധനം നീരാവി കിട്ടങ്ങ് പോകുള്ളൂ. ഇത് വേറൊരു പാത്രത്തിലേക്ക് ചാടി ഒരു വളഞ്ഞൊരു കുഴലുണ്ടാവുന്നു. അങ്ങനെ ചെയ്താവുമായിരിക്കും. ടോപ്പിൽ ഒരു വീട് മാത്രമോ? ഒറ്റ വീട് മാത്രം. അങ്ങനെ ഒരു വീടുണ്ടെന്ന് ഈ പഞ്ചായത്തിനൊക്കെ അറിയാവോ? പിന്നെ വണ്ടി കുറവാണ്. അല്ലാത്ത ശനിയാഴ്ചയൊക്കെ ഭയങ്കര ആളുള്ള ദിവസമാണ്. എത്ര ജീപ്പ് ഉണ്ട് ഇവിടെ? ഇവിടെ മൊത്തം 46 വണ്ടിയുണ്ട്. അപ്പോൾ അത്ര ആൾ കൊടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിലല്ലേ സാറേ ഞായറാഴ്ച നമ്മൾ ഓടി എത്തില്ല. ഞാനൊക്കെ നമ്മൾ ഓടും ഇവിടെ. ഇത് കണ്ട ഒരു കുഴി കേട്ടാ. എന്നാ വലിയ കുഴിയാണെങ്കിലും വണ്ടി പയ്യെ ഞങ്ങൾ ഓടുന്നുണ്ട്. കുഴിയിലെ വണ്ടി കയറിയാന്നുണ്ടോ? കുഴി കാണുമ്പോൾ വലിയ കിണർ പോലെ ഇരിക്കണം. ഏതാ മഴയത്തൊക്കെ രസം അന്നേരം അത് ഞങ്ങൾ കല്ലെടുക്കുക. ഒട്ടും കേരളാണ്ട് വരുമ്പോൾ കല്ലെടുത്തിടും കേട്ടോ. മണ്ണുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോൾ കണ്ടമാനം കുഴഞ്ഞിട്ട് ചെളിയായിട്ട് വരും. ഈ കല്ലുകൾ മൊത്തം ഞങ്ങൾ ഇവിടെ ഇട്ടല്ലാതെ ഏതൊരു വണ്ടി വരുമ്പോൾ ഫോർച്യൂണറാണ് അത് കയറുമല്ലേ? അത് കയറി കഴിഞ്ഞാൽ സാറേ അത് നമുക്ക് റോഡിൽ കണ്ടാൽ അറിയാം വണ്ടികൾ പോകുന്നത്. അത് വെറുതെ അറിയാം. റോഡിലെ കല്ലിലൊക്കെ ഇടിച്ച് പൊളിച്ച് അവർ പോകുള്ളൂ. ഇതുണ്ടോ 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 കല്ലുണ്ടോ സാറേ? കല്ല് ഒരഞ്ഞ് പൊളിഞ്ഞു പോയണുണ്ടോ? ഞങ്ങളുടെ വണ്ടികളാകുമ്പോൾ അങ്ങനെ ഇടിക്കുക. നമുക്കറിയാം ഇന്ന സ്ഥലത്ത് തട്ടുമെന്ന്. അവർ കണ്ടില്ല. ആ തട്ട് മതി ചിലപ്പോൾ വണ്ടിയുടെ വഴിക്ക് ഒരു ദിവസം മൊത്തം കിടക്കാനും ഇവിടെ. ഫോർച്യൂണറാ ടൊയോട്ടോടെ അത് കയറുമോ ഇതിൻ്റെ പുറത്ത്? പൈസ ഉള്ളവന്മാര് അല്ലേ? പജിയുടെ അടി ഇടിക്കുന്ന അടിയൊക്കെ ഇടിച്ച് നാശമായി. പിന്നെ ഇതുകൊണ്ട് ആ കല്ല് ഇടിച്ചോണ്ടോ കല്ല് പൊളിച്ചു കളഞ്ഞൊക്കെ കരിങ്കല്ല്. അങ്ങനെയുള്ളവന്മാരുണ്ട്. വണ്ടി പൊളിഞ്ഞാലും വിഷയമില്ല, വണ്ടി കയറണവന്മാർക്ക്. കോട അത്ര ആയിട്ടില്ല. അത് എറണാകുളം സൈഡിൽ ഫുള്ള് കോടയാണ്. എറണാകുളം സൈഡിലേക്ക് കോടയില്ല. മഴ പെയ്ത അടിപൊളിയാണ്. ആ വണ്ടിയുടെ കാര്യം പറഞ്ഞു ഞാൻ. നമുക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ കണ്ടു വണ്ടിയാണ്. ഞാനിപ്പോൾ എന്നാ വർത്താനം പറഞ്ഞിരുന്നാലും കറക്റ്റ് റോഡിൽ നമുക്ക് കറക്റ്റ് അറിയാം നിങ്ങളെ. പുതിയ വണ്ടി കേട്ടോ. ഇതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് വിഷയമല്ലേ? പയ്യ സ്ഥിരം പോണ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കത് വിഷയമല്ല. ആരോ പേടിച്ച് പുറകെ ഇരിക്കുന്നുണ്ട്. അത് പുത്തൻ വണ്ടിയാണ്. ട്രയൽ നോക്കാൻ വേണ്ടി കയറി വന്നേക്കണം ചിലപ്പോ അത് ഈ വണ്ടിയുണ്ടോ? ഈ വണ്ടി ടയറൊക്കെ ഹൈറ്റ് കൂട്ടി, സാധാരണ വണ്ടി ടയർ അല്ല അത്. അതുകൊണ്ട് ഹൈറ്റൊക്കെ കൂട്ടി നല്ല സെറ്റാക്കി ഇട്ടേക്കണ വണ്ടി അത്. ഇതിന്റെ വേറൊരു വണ്ടി നമ്മൾ മേടിക്കുന്നു പറഞ്ഞത് മറ്റേ വണ്ടി എൻഡവറാ. അത് ടൊയോട്ടോയുടെ ആണല്ലോ. പക്ഷെ എൻഡവർ നിർത്തിയതാ. അത് നിർത്തിയതാ, നിർത്തിയ മോഡലാ അത്. അയ്യോ സ്മിതേ, ഇത് കണ്ടാടി. ചിലപ്പോ കമ്പനി തന്നെ ചിലപ്പോ കൊണ്ടുവന്നായിരിക്കും. ഏതാ മറ്റേത് രജിസ്റ്റേർഡ് വണ്ടിയാണ്, നമ്പറൊന്നും കിട്ടാത്ത വണ്ടിയാണ്. കമ്പനി കൊണ്ടുവന്നായിരിക്കും. ഓഫ് റോഡ് കണ്ടിട്ട് അത് ഓഫ് റോഡ് പോകുമ്പോൾ ഇപ്പൊ ഇന്നൊരു ദിവസം വന്നു, നാളെ വന്നു ഓടിക്കും. ഞങ്ങൾ ഓടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ ആ വണ്ടിക്കൊന്നും പറ്റില്ലാന്നേ. ആളെ വെച്ച് ഓടിഞ്ഞ് നടക്കില്ല. നമ്മളിപ്പോൾ തന്നെ കണ്ടില്ലേ 6 വരെ കണ്ടല്ലേ നമ്മളിപ്പോൾ തുറന്നത്. ആ വണ്ടി 6 വരെ വെച്ച് 10 ദിവസം കൂടെ അടിച്ചിട്ട് ഓടില്ല വണ്ടി. പാടി കിട്ടി. ആടി വെച്ചിട്ട് അത് പണിയാവും വണ്ടി. അതുകൊണ്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നല്ലേ വണ്ടി ഇവിടെ.
ഈ ക്യാമറ ഫ്രണ്ടിൽ വെച്ച് കെട്ടണം. കാണാതിരി വേണമല്ലേ? നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒട്ടും അനങ്ങി പോകില്ല. അത് കറക്റ്റ് ആ വണ്ടിയുടെ ഈ ഗ്ലാസിന്റെ ഫുൾ സെറ്റപ്പിന്റെ വീഡിയോ കിട്ടുന്നുണ്ട്. ഇതേ കാണുന്ന വലിയ മലയുണ്ട് സാർ, അങ്ങ് എത്ര കാണുന്നത് അതാണ് ഇലവിഴ പൂഞ്ചിറ. അപ്പൊ ആ ഏറ്റവും പൊങ്ങി നിൽക്കുന്നല്ലേ? കൂമ്പനല്ല, കൂമ്പന്റെ ഇപ്പുറ സൈഡിൽ. മനസ്സിലായി. കൂമ്പന്റെ സൈഡ് തൊടുപുഴ സൈഡാണ്. മറ്റേ മേലുകാവിന്റെ നേരെ മുകളിൽ മേലുകാവ്. ആ ഇലവിഴ പൂഞ്ചിറയുടെ നിങ്ങളുടെ താഴ്ഭാഗമായിട്ടൊരു മേലുകാവ്. നിങ്ങൾ പിന്നെ വന്ന റോഡാണ് ഇതേ കാണുന്നത്. ആ വലിയ മലയുടെ അടിയിലൊരു വര പോലെ ഉണ്ടോ? വൈറ്റ് കളറിലെ വര ഉണ്ടോ? സാറേ നിങ്ങൾ വന്ന വഴി അതേ കാണണം കേട്ടോ. ആ വെള്ളം വരെ അല്ലേ? ആ വലിയ വഴിയുണ്ടോ? അല്ല ആ വലിയ മല ഉണ്ടോ? അടിയിലൊരു വര പോലെ കണ്ടോ? വണ്ടി ആ നേര്യമംഗലം പാലമാണോ? നേര്യമംഗലം പാലത്തിന്റെ തൊട്ടപ്പുറം നേര്യമംഗലം ടൗണിന്റെ മുകൾവശമാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ സ്ഥലം. ആ ഇവിടെ നമ്മളുണ്ട്. ഇവിടെ നിൽപ്പോട്ട് ഇവിടെ ഇടുന്നല്ലേ? കയ്യിറങ്ങിയത് കേട്ടോ. അതെയോ? എവിടെ പോയി? ഇല്ല, അവിടെ ഒരു ഫോറസ്റ്റിന്റെ ചെറിയ ഇഷ്യൂ ഉള്ള സ്ഥലമുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ പറയുന്നത് നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ സാങ്ഷനൊക്കെ മേടിച്ച് നമുക്ക് പോകാം. അതിന്റെ മുകളിൽ 360 അതിന്റെ മുകളിൽ. ആ ചേട്ടൻ നിൽക്കണുണ്ടോ? ആള് നിൽക്കണുണ്ടോ? ഇവിടെ ആ ആള് നിൽക്കണേ അവിടെ നമ്മൾ വണ്ടി കയറ്റും. കറക്റ്റ് ആ പാറയുടെ അവിടെ വണ്ടി കയറ്റും. അത് ഇനി ഇവിടെ നമുക്കൊരു 40 മിനിറ്റോടെ വണ്ടി ഓടിയാണ് അവിടെ. അപ്പൊ ഈ ഇതാണ് കൊയിനിപ്പാറ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുമുടി എന്ന് പറഞ്ഞ പേരുള്ള സ്ഥലം. ആടുമുടി പണ്ട് ഇവിടെയുള്ള ആളുകൾ ആടിനെയൊക്കെ അങ്ങോട്ട് അയച്ചു വിട്ട് കഴിയുമ്പോഴത്തേനും അവിടെ വന്ന് മറ്റേ പുലി പിടിക്കുമായിരുന്നു. അതാണ് ആടുമുടി എന്ന് പേര് വന്നത്. നിങ്ങളുടെ ഇങ്ങനത്തെ വരവിന് പുലിയുണ്ട്. ഇങ്ങനത്തെ വരവിന് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ ഇപ്പം ആൾ നിൽക്കണുണ്ടോ? അവിടെ നമ്മൾ വണ്ടി 2 ആൾ നിൽക്കണുണ്ടോ? അവിടെ നമ്മൾ ജീപ്പ് കയറ്റി നിർത്തി ഫോട്ടോ എടുക്കണം കേട്ടോ. ഇനി അടുത്ത പുലിയുണ്ടല്ലേ? ഇവിടെ പുലിയുണ്ടോ? നമുക്ക് ശല്യമൊന്നുമില്ല. ഒരു വിഷയമില്ല. നമുക്ക് താഴത്തോടെ പോയി ചേട്ടന്മാരെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. പോറാൻ പറയണേ. ഒരു സമയത്ത് സാറൊക്കെ ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പാന്ന് പറയുമ്പോൾ നമ്മൾ ഫോണില്ല എന്ന് തല്ലി കൊട്ടോണം ഞങ്ങളെ. ഫോട്ടോ ഒക്കെ എടുത്തോട്ടോ. അതേ കാണുന്ന വഴിക്കാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അതേ കാണുന്ന വഴിയുണ്ടോ? അതല്ലേ ആ കാണുന്ന വഴി ഞങ്ങൾ വന്ന വഴിയല്ലേ? നൈറ്റ് സഫാരി ഇല്ല. ആ കാണുന്ന വഴിയാണ് നിങ്ങൾ വന്ന വഴി. ഒരു ഹായ് വെച്ചടി. ഒരു ഹായ് വെച്ചേ. ചന്ദ്രനെ തൊടാം. തുമ്പത്തേക്ക് പോകണ്ട കേട്ടോ.
സൂര്യനും മൂണും അതുകൊണ്ട് ഒറ്റ ഡയറക്ഷനിൽ വന്നുണ്ടോ. മാറിക്കോട്ട് മാറിക്കോട്ട് മാറിക്കോട്ടെ. പയ്യെ മതി. സൺസെറ്റ് കഴിച്ചിട്ട് നമ്മൾ പോകുള്ളൂ. പറയാം ആ മലയുടെ അപ്പുറത്തേക്കാണ് എറണാകുളം സൈഡ് മൊത്തം അത്. ആ സൈഡ് അതുകൊണ്ട് ഈ മലയുടെ അപ്പുറ സൈഡിലുണ്ട് അങ്ങനെ ബിൽഡിങ്ങിൽ ചെറുതായിട്ട് കാണാം. ഇന്ന് ചെറിയൊരു മൂടലുണ്ട് ആ ഭാഗത്ത്. ആലപ്പുഴ സൈഡൊക്കെ ആലപ്പുഴ സൈഡ് എവിടെയായിരുന്നു തണ്ണീർമുക്കം ഒരു ഭാഗത്ത് എവിടെയായിരുന്നു അവിടെ. പക്ഷെ ഭയങ്കര മൂടലായിട്ട് കിടക്കുക. മൂടലായിട്ട് കിടക്കുക. അല്ലെങ്കിൽ വെള്ളം കിടക്കുന്ന നമുക്ക് കറക്റ്റായി കിട്ടുമായിരുന്നു നമുക്ക്. സൂര്യൻ്റെ ഡയറക്ഷൻ ഇച്ചിരി ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഈ ഭാഗത്ത് സൂര്യൻ്റെ അസ്തമയം വന്നാലാണ് നമുക്ക് എറണാകുളം ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത്. കിട്ടും കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് കിട്ടും കേട്ടോ. എന്താ തടുക്കുന്നാടി? പുല്ലൊക്കെ പറിച്ച് ചെറിയ വളമൊക്കെ ഇട്ട് വണ്ടി ഇങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേനും ബ്ലോക്കായിരിക്കും. ആളുകൾക്കൊക്കെ പേടിയാവും. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൊണ്ടുവരാം. നമ്മളിതിലും പയ്യെ നമ്മൾ കയറി തരും കേട്ടോ. നമ്മുടെ കൂടുതൽ വണ്ടി വന്നുണ്ട് കുറച്ച് ചെറുക്കന്മാരെ അടിച്ച് കൊടുക്കാൻ കയറിപ്പോണോ അവർക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് ഒന്നും കിട്ടില്ല സാറേ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നല്ല അടിപൊളി വൈബിൽ നമ്മൾ കയറി പോകുന്നത്. പക്ഷേ അവരതല്ല, അവർ വന്നില്ല, വിട്ടു പോകുന്നു. ചില വണ്ടിക്കാരുണ്ട് അങ്ങനെ. അപ്പോൾ അതിനകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെയാണെങ്കിലും വരത്തില്ല. പോയി വന്നത് ഇത് എന്നാലും നിങ്ങൾ അവിടെ സ്കൂളതല്ല അതേ കാണുന്നത്. സ്കൂളിൽ കാണണ്ട. ഇവിടുത്തെ നോക്കുമ്പോൾ രാവിലെ വേണം നമുക്ക് ആനമുടി കാണാം. നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറാണ് ആനമുടിയാണ് നമുക്ക്. പിന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായിട്ടുണ്ട് ഈ വലിയ മല പൊങ്ങിക്കണുണ്ടോ. അതിൻ്റെ അപ്പുറം ഒരു ചെറിയ മല കണ്ടോ. നമ്മൾ തിരിച്ചു കഴിയുമ്പോഴത്തേന് ഇരുത്തി കഴിയുമ്പോഴത്തേന് നമുക്ക് ചിലപ്പോൾ ലൈറ്റിൻ്റെ എല്ലാ വെട്ടം കിട്ടും വണ്ടികൾ പോകുന്നത് ആ വഴിക്ക്.
രാവിലെ ഒക്കെ വരുമ്പോൾ നമ്മൾ ഫുള്ള് കോട കയറി ഇങ്ങനെ മൂടി കിടക്കുമായിരിക്കും. നമ്മൾ അതിൻ്റെ മുകളിലായിരിക്കും. എന്നിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. എടാ എനിക്ക് അയച്ചു തരണം. ഏ കോട്ടയുടെ നല്ല രസം. ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല ഇതാട്ടോ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എടമലയാറ് ഡാമിന്റെ സൈഡിലേക്ക് കാണാം. നമുക്ക് എടമല അതുണ്ടോ ഇതേ വലിയ മല ഉണ്ടോ സാറേ? ഇച്ചിങ്ങോട്ട് ഇറങ്ങിയെന്നേ ആ വലിയ മല ഉണ്ടോ? ആ വലിയ മല ഏറ്റവും അടി എൻഡ് കണ്ടോ? ആ പൊങ്ങി നിൽക്കണം അവിടെ ഏറ്റവും അടിഭാഗം ഉണ്ടോ താഴെ? ഇച്ചിരി ഇങ്ങോട്ട് നോക്കി മാറി നോക്കിയതുണ്ടോ? അതിന്റെ അവിടെ തിളങ്ങും പോലെ കാണാമോ നോക്കി സാറിന്? അത് വെള്ളമല്ലേ? ഡാമിന്റെ വെള്ളം കിടക്കണം. അത് മറ്റേ എടമലയാറ് ഡാം. ആ വലിയ മല കണ്ടോ? മലയുടെ ഇങ്ങനെ താഴത്തേക്ക് ഒരു എൻഡ് കണ്ടോ? ആ താഴെ കണ്ടോ? നല്ല ഫോണും സൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഡാമിന്റെ അത് അവിടെയാണ് ഈ വടയാട്ടുപാറ. വടാട്ടുപാറ അവിടെ അങ്ങോട്ട് പോകണ്ട. വടാട്ടുപാറ ഒത്തിരി ഇപ്പറയാ. അവിടെയൊക്കെ ഞങ്ങൾ കുളിക്കാൻ പോണ. ഏകദേശം 65 കിലോമീറ്ററോളം ദൂരം. അത്രയും ഉണ്ടല്ലേ? ഈ വടയാട്ടുപാറയിൽ പോയിട്ടാണ് ഞാൻ ആ ഫ്ലൂട്ട് എടുത്തിട്ട് എറിഞ്ഞൊക്കെ ഓർമ്മയുണ്ടാ? എന്നിട്ട് എനിക്കറിയാം അത് ഒഴുകി എൻ്റെ അടുത്ത് തന്നെ വരും. വടാട്ടുപാറ നമ്മൾ പോയിട്ടുണ്ട്. അന്ന് പോയത് വടാട്ടുപാറയാ. നല്ല ഫോണാണ് സൂം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടൂട്ടോ. അത് നിങ്ങളുടെ ഫോണാണ് കറക്റ്റ് വെള്ളം കിടക്കണ കാണാം. നിങ്ങൾ കണ്ടോ? വെള്ളം കിടക്കണുണ്ടോ? ഞാൻ കണ്ടു. ആ വൈറ്റ് അതിന്റെ ഏറ്റവും താഴെ കണ്ടോ? ഏറ്റവും അടിഭാഗം കണ്ടോ? അവിടെ ഒരു തിളങ്ങണ കണ്ടോ? ആ വെള്ളം അത് നമ്മുടെ അതിന്റെ വെള്ളം ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. ഇവിടുന്ന് 1, 2, 3, 4ാമത്തെ വല കണ്ടോ? അതിന്റെ ഇടയ്ക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ ട്രൈബൽ സെഗ്മെന്റിലേക്ക് ഉണ്ട്. ട്രൈബൽ കോളനി ഉണ്ട് അവിടെ ഉണ്ടല്ലേ? ഇല്ലല്ലേ? ആ നമ്മൾ കുട്ടമ്പുഴയിൽ തന്നെ കണ്ട് 30 കിലോമീറ്ററോളം പോകണം. കാട്ടിക്കര തന്നെ 5 മണിക്കൂർ യാത്ര. ഡാം കാണാം അവിടെ. ഒരു പേടിച്ചൂറിയുടെ മുഖം. ഏത് ചെറിയൊരു കടയുണ്ട് ഇവിടെ. അവർ നടന്നു നടന്നുകൊണ്ടിട്ടുണ്ട്.
പിന്നെ ഇതിന്റെ ഭംഗി പോയില്ലേ. ഇത് ആസ്വദിക്കാൻ എന്തോരം വേർന്നൊന്നും അതെ. ഇത് ബൈക്ക് കയറുമോ ഇതില്? ഇല്ല, ബൈക്ക് കയറില്ല. ഇല്ല. ഇപ്പൊ നമ്മളൊക്കെ വലിയ കുത്തുകയറ്റം ഫുള്ള് പാറ കയറി വന്നതേ. അവിടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വഴുക്കലായിരിക്കും, ബൈക്കിൽ നിൽക്കില്ല അവിടെ. 365 ദിവസം ഓക്കെ. ഓഫ് റോഡ് വലിയ ഇതാകുന്നില്ല, വണ്ടി വളരെ സിമ്പിളായിട്ടല്ല പോകത്തില്ലേ. വണ്ടി ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഈ കൊളുക്കുമല കുടജാതിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല പോണത്. അവിടെ അടിച്ച് പൊളിച്ചെല്ലാം കയറി പോകും. അന്നേരം നമ്മുടെ തലയൊക്കെ പോയി ഇടിച്ച് ഇത് നമുക്ക് ഈ റോഡിലേക്ക് നോക്കുമ്പോഴല്ലേ ഭീകരത തോന്നുള്ളൂ. അതുകൊണ്ടോ ഇപ്പോൾ വണ്ടി കയറണുണ്ടോ? വളരെ സിമ്പിളായിട്ട് കയറി പോകണുണ്ടോ? അതുകൊണ്ടോ വളരെ സിമ്പിളായിട്ട് വണ്ടി കയറി പോകുന്നത്. പിന്നെ കറക്റ്റ് കുറച്ച് ചാലുകളുണ്ട് സാറേ, അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോയി കഴിഞ്ഞാൽ പണിയാവും. അങ്ങോട്ട് മാറി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി അവിടെ ചെയ്യുക സാറിന്. അത് സ്ഥിരം പോകണമല്ല, അതിൻ്റെതായ ഒരു സ്കില്ല് പരിപാടികളുണ്ടല്ലോ. ആ ചാല് പിടിച്ച് പോയാൽ മതി അല്ലേ? കറക്റ്റ് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, അത് ആ ചാലിക്ക് നമ്മൾ പോകും. അത്രയും വലിയ ഓഫ് റോഡ് മറ്റുള്ള വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമാൻഡറുള്ള വണ്ടികളാണ് നമ്മുടെ ഈ കൊളുക്കുമലയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓടുന്നത്. ഇതുണ്ട് 2 ഗിയർ. അതുണ്ടോ നിങ്ങളുടെ കാറിനൊക്കെ 1 ഗിയറിലുള്ള ഈ സാധനം ഇതുണ്ട് 2 2 ഗിയർ ബോക്സാണ് വെച്ചിട്ട്. അപ്പം 4 വീലിന് ഒരേ പിടുത്തം കൊടുത്താൽ കയറി പോകണത്. ഒരു വീല് ഒരു കല്ലിലിടിച്ചതിന് സെക്കായിട്ടൊന്നും കറങ്ങില്ലെങ്കിലും ബാക്കി 3 വീല് കറങ്ങി കയറി പോകും. അങ്ങോട്ടാടാ? അങ്ങോട്ടാണോ പോട്ടെ? ഇങ്ങോട്ടാണ്. ഇപ്പൊ നമ്മുടെ അവിടെ ആ ഇരിക്കുന്ന കുറച്ച് ആളുകളെ കണ്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മളവിടെ കടയിൽ അവർ ഈ ഹോം സ്റ്റേയിലേക്ക് വരാനുള്ള ആളുകളാണ്. ഈ ഹോം സ്റ്റേ ഫുഡ് അവർ എത്തിച്ചു കൊണ്ടുപോയാൽ പിന്നെ അവർ വൈകുന്നേരം വെച്ച് കഴിക്കാനുള്ള സംവിധാനത്തിൽ വരും. ഇവിടെ നല്ല കിച്ചണും കാര്യങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. രാത്രിയൊക്കെ നമുക്ക് നല്ല രസമല്ല, ഫുള്ള് കോട കയറി അങ്ങ് മൂടും വൈകുന്നേരം ആകുമ്പോഴത്തേനും. ഇല്ല, ഇവിടെ ഇല്ല. ഏറ്റവും ടോപ്പിൽ വരുമായിരുന്നു, ഏറ്റവും ടോപ്പിൽ ആനയൊക്കെ വരുമായിരുന്നു. ആന ഏറ്റവും മുകളിലാണ് വരുള്ളൂ, ശല്യമൊന്നുമില്ല അത് വന്നാൽ. മഞ്ഞില്ല, ഇന്ന് മഴയില്ല, പെയ്തില്ലല്ലോ, അത് കാരണമില്ല. അല്ലെങ്കിൽ അത് വൈകുന്നേരം ചെല്ലുമ്പോഴത്തേനും കോട ഉണ്ടാവും. ഒരു വണ്ടി വരുന്നുണ്ട് അവിടെ. ആ വീട്ടിലെ പയ്യൻ അതാട്ടോ. ഇപ്പൊ ആ ചേച്ചി പറഞ്ഞ് വിളിച്ചു വിടുന്നില്ലേ? ഞാനും അവൻ ഒന്നിച്ച പഠിച്ച 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒന്നിച്ച് ഡ്രൈവിംഗ് തുടങ്ങി. ഞങ്ങൾ ബസ് ഓടിച്ചുകൊണ്ടിരുന്ന അവന് ഞാനും. അപ്പൊ നമ്മളെ കാണാത്താരം വിളിച്ചത് പുള്ളിത്തെ. നമ്മുടെ കയറി വരാത്തോണ്ടല്ലേ? കയറി വരാത്താരം വിളിച്ചതാണ്. പറഞ്ഞു കറക്റ്റ് ശരി ശരി ശരി. അവിടെ വെച്ച് കാണാം, വണ്ടി അവിടെ കിടപ്പുണ്ട്. നന്നായിട്ട് സെറ്റാക്കി വിടാനാ പറഞ്ഞത്. എല്ലാം കാണിച്ചാൽ കൊടുത്ത് നമുക്ക് ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പാട്ടാം. പിടിച്ചോളെ. എല്ലാരും ഹായ് കാണിച്ചേ. പിടിച്ചോണേ, പിടിച്ചിരുന്നോണേ.